Father God, I bless you. Father, I bless each and every family, every children in our church. Father, I bless you in the name of the Father, and of the Son, and of the Holy Spirit. Father, we thank you for stretching your loving hand, healing hand, Lord, and touching your people right now. Remove all their pain, all their doubts, all the spirit of confusion, depression. I rebuke in the name of Jesus. Set thy people free, O Lord. In the name of Jesus, we pray that deliverance and victory. Oh, Ramama Shambhala Ramana Hasta. Let us clap our hands and worship the Lord. And receive the healing and deliverance, Lord. Ramama Shambhala Ramana. We worship you, Lord. We worship you, Lord. We worship you, Father. Hallelujah. I request Annie and Asher to be I welcome all of you and greet you in the name of our Lord Jesus. And we have a guest family, Chinmachan and family from New York. He's a cousin of Anichan. Anichan's cousin. Chinmachan from New York. കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുന്ന കാലം വിചാരാധിക്കാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. എല്ലാവരും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കാലം നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. നമുക്കത് അറിവുണ്ട്. We know that. How many believe that? Knowing and believing is different. Praise the Lord. We can know, but believing is different. When we believe, the power will flow through our body, our soul, our spirit. Amen? Hallelujah. Hallelujah. And also we have Pastor Monsi Thomas from Trivandrum. കർത്താവിനെ പ്രധാനനാമത്തിൽ സ്വാഗതം ചെയ്യും. നമുക്ക് കാലം മുഴുവൻ വിചാരിക്കാൻ സന്തോഷമുണ്ട്. ആദ്യമായി നമ്മുടെ ദൈവത്തിൽ നിന്ന് സംസാരിക്കും. പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിനായിരിക്കും കർത്താവിനെ. Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക സന്തോഷം അനുഭവിപ്പാൻ ഈ പകൽ ദൈവം ഒരുക്കിയ വലിയൊരു ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനും ആദരണീയനുമായ കർത്താവിന്റെ വിലപ്രദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം അവരുകളോടും കുടുംബത്തോടും മറ്റ് ഇവിടെയായിരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും, സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം എന്റെ പ്രിയ സഹോദരങ്ങൾ, പ്രിയ ടൈറ്റസ്, സുരിത, പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ഭാര്യയുടെ അമ്മാച്ചന്റെ മകനാണ് പ്രിയ ടൈറ്റസ്. അവരുടെ ജ്യേഷ്ഠൻ പ്രിയ ബോണി കുടുംബം, ജോണച്ചാൻ, പ്രിയപ്പെട്ടവരുമായി ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഈ രാജ്യത്ത് ആദ്യമായിട്ട് കടന്നു വരുവാൻ കർത്താവ്
എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ആത്മാവില് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് അന്തരംഗത്തിൽ നിന്ന് ഉയരുന്നതാണ് ആരാധന. ദൈവത്തോടുള്ള കടപ്പാടാണ് ആരാധന. ദൈവമായിട്ടുള്ള ബന്ധമാണ് ആരാധന. ആ ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഈ പകൽക്കാലം കർത്തൃസന്നിധിയിൽ കൂട്ടിവരുത്തതോർത്ത് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് എന്റെ അനുഭവസാക്ഷ്യം പറഞ്ഞ് ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിനാധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം, സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആരെങ്കിലും ദയവായി വായിക്കും. ലൂക്കോസ് 1:37. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഒരു വാക്ക് നമുക്ക് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ സന്നിധാനത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്റെ സ്വരം കേൾക്കുവാൻ നീ ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നിന്റെ സ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇന്ന് പകൽക്കാലം അവിടുത്തെ ആരാധനയുടെ ശക്തി, അങ്ങയുടെ അഭിഷേകത്തിന്റെ വ്യാപാരം ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിപ്പാൻ നീ ഞങ്ങൾ ഇടയാക്കിക്കൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാനങ്ങളെ പാടുവാൻ നിന്റെ ജനത്തെ നീ സഹായിച്ചല്ലോ. ഞങ്ങളുടെ യൂത്തിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ കർത്താവേ. തുടർന്ന് ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ. ശുശ്രൂഷയ്ക്ക് വിരോധമായി പൊങ്ങുന്ന അന്ധകാരത്തിന്റെ സകല ശക്തികളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചകറ്റുകയാണ് കർത്താവേ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി വീണ്ടും ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം വായിച്ച 2 വേദഭാഗങ്ങളും വളരെ അഭേദ്യമായ ബന്ധം ഉള്ള 2 വാക്യങ്ങളാണ്. ആദ്യം നാം വായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയയുടെ അടുക്കൽ കർത്താവിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ കടന്നു വന്നിട്ട് അവളോട് അറിയിച്ചതായ അവസാനമായി അവർക്ക് നൽകിയച്ചുപോയ ഒരു വലിയ സന്ദേശമായിരുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്.